ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ശബരിമലയിലെ സ്വർണം ചെമ്പാക്കിയവരിൽ ചിലർ മാത്രം വിശുദ്ധ കള്ളന്മാരാകുന്നത് എങ്ങനെയാണ്? സ്വാഭാവികം. രേഖയിൽ ബോധപൂർവം ചെമ്പെന്ന് എഴുതി കൊള്ളയ്ക്ക് കളമൊരുക്കിയവരിൽ ചിലർ മാത്രം അറസ്റ്റിലാവാത്തത് എന്തുകൊണ്ടാണ്? ഈ ലോകത്തിനൊരു പോക്കേ. ഈ കേസിൽ അന്വേഷണ ഏജൻസിയെ വച്ചത് ഹൈക്കോടതി, ഏതൊക്കെ മാറ്റം അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന ഹൈക്കോടതി ആ അന്വേഷണ റിപ്പോർട്ട് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സിലൂടെ കൃത്യമായിട്ട് പരിശോധിക്കുന്നു. ഒരു മാറ്റവും ഇല്ലല്ലോ. വേണ്ടത്ര കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന മേഖലയിലേക്ക് അന്വേഷണം പോകണമെന്ന് പറയുന്നു. ഈ ഘട്ടത്തിലാണ് അന്വേഷണത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടുന്നു. ചില ആളുകളിലേക്ക് അറസ്റ്റ് പോകുന്നില്ല. അങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇപ്പൊ നിങ്ങൾ തന്നെ ഇന്ന് ഇറക്കിയിരിക്കുന്ന കാർഡ് അകത്താകുമോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞു ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് മാധ്യമങ്ങൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യരുത്. ഇത് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആയിട്ട് മാറ്റാൻ തന്നെ കാരണം അതാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. പറയൂ. കാരണം ഇതിൽ റൈറ്റ്, പ്രൈവസി എല്ലാം ഉണ്ട്. ഇതിൽ ആരോപണ വിധേയരായവർക്കും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന സാക്ഷികൾക്കും പ്രതികൾക്കും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ശരിയായ രീതിയിൽ നടക്കുന്ന അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ പ്രതിപക്ഷവും ബി.ജെ.പിയും എല്ലാം കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു സാഹചര്യം കാണുകയാണ്. അതുകുട്ടി ഇവൻ എന്തായി പറയണത്? ഇപ്പോൾ പ്രധാനപ്പെട്ട 4 പേർ ജയിലിലാണ്. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി, നമുക്കറിയാം. അതുപോലെ തന്നെ മുരാരി ബാബു, അഡ്മിനിസ്ട്രേഷൻ ഓഫീസറാണ് ശബരിമലയുടെ. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ തന്നെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തന്നെ അസിസ്റ്റന്റ് ഓഫീസറായിട്ടുള്ള സുധീഷ് കുമാർ ജയിലിലാണ്. അതേപോലെ തന്നെ KS ബൈജു തിരുവാഭരണ കമ്മീഷൻ ജയിലിലാണ്. അതിനൊന്നും ഇല്ലേ? എല്ലാ ഘട്ടത്തിലും നമ്മൾ ചർച്ചയുടെ ഭാഗമായി ഉന്നയിച്ചത് 5 സംശയങ്ങളാണ്. ഒന്ന്, ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം, ആ തീരുമാനത്തിന്റെ മിനിറ്റ്സിന് വിരുദ്ധമായി എങ്ങനെ ഒരു ഉത്തരവ് ചെമ്പുപാളി എന്ന് വന്നു? 2, ഇതെങ്ങനെ ശബരിമലയുടെ പ്രമൈസസിന് പുറത്തേക്ക് കൊടുത്തുവിട്ടു? 3, എങ്ങനെ ഇത് 39 ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം വെച്ചു? 4, എങ്ങനെ 4 കിലോയുടെ തൂക്കക്കുറവ് ഇതിൽ വന്നു? 5, ഇത് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരുമ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മകസർ തയ്യാറാക്കിയില്ല? ഈ 5 ചോദ്യങ്ങൾക്കും അതാത് സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, അവർ എത്ര ഉയർന്നവരായാലും ഇതുമായി ബന്ധപ്പെട്ടവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു. കേൾക്കാൻ നല്ല രസമുണ്ട്. ആദ്യത്തെ FIR ക്രൈം നമ്പർ 3700/2025 അത് വായിച്ചാൽ തന്നെ അറിയാം എത്ര കൃത്യമായിട്ടാണ് അന്വേഷണം പോകുന്നത്. രണ്ടാമത്തെ FIR, ഇപ്പോൾ 3ാമത്തെ FIR. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്ന ഒരിടപെടലും ഒരിടത്തും വന്നിട്ടില്ല. എങ്ങനെ? ഇതെല്ലാം ഹൈക്കോടതിയുടെ കൃത്യമായിട്ടുള്ള സർവൈലൻസിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഏതറ്റം വരെ പോട്ടെ, ആരെ വരെ അറസ്റ്റ് ചെയ്യട്ടെ, ഇതുമായി ബന്ധമുള്ള ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല എന്നത് തന്നെയാണ് ഗവൺമെന്റിന്റെ അഭിപ്രായം. അതിന് പൂർണ്ണ പിന്തുണ അന്വേഷണ ഏജൻസിക്ക് കൊടുത്തുകൊണ്ട് തന്നെ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഇതൊക്കെ ശരി തന്നെ ശ്രീ അരുൺകുമാർ. പക്ഷെ താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ 5 കാര്യങ്ങളിലും ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളതാണ് നിയമം പറയുന്നത്. ദേവസ്വം ബോർഡാണ് ആത്യന്തികമായി ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്നവരാണ്. ഇപ്പോൾ പ്രതിക്കൂട്ടിൽ വന്നിട്ടുള്ള 2 പേരും ഇതൊരു നടക്ക് പോണ മാതിരില്ല. നിലവിൽ ഉള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റും എല്ലാം CPM നോമിനികളായി വന്നവരാണ്. അക്കാര്യത്തിൽ താങ്കൾക്ക് സംശയം ഉണ്ടാവില്ല. 2 പേർ CPM നേതാക്കൾ തന്നെയാണ്, മറ്റേയാളും CPM സഹയാത്രികനാണ് എന്നുള്ളതിൽ തർക്കം ഉണ്ടാവില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അവിടെയാണ് മുരാരി ബാബു ചെയ്ത അതേ കുറ്റം ചെയ്തു എന്ന് കോടതി തന്നെ കണ്ടെത്തിയിട്ടുള്ള N വാസുവിലേക്ക് അന്വേഷണ സംഘം അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും മുരാരി ബാബുവും ബൈജുവും എല്ലാം അകത്തു പോവുകയും ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയ സ്വാധീനമാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രതിപക്ഷത്തിന് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാമല്ലോ. ഇപ്പൊ മനോരമ പത്രത്തിൽ എന്താണോ ഹെഡിങ് വരുന്നത് അതാണ് പ്രതിപക്ഷ നേതാവിന്റെ അന്നത്തെ ദിവസത്തെ പത്രസമ്മേളനം എന്ന് പറഞ്ഞത് കണ്ണൂരിലെ DCCയുടെ ജനറൽ സെക്രട്ടറിയാ. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. അതുപോലെ നിരവധി ഉദാഹരണം 9.5 വർഷമായി പ്രതിപക്ഷ നേതാവ് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ശരിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? എത്ര തവണ അദ്ദേഹം ഈ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഓരോ വികസന പ്രവർത്തനങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചു? ഇവനെന്ത് വിവരക്കേടാ ചോദിക്കണേ? കോടതി ആട്ടി ഇറക്കി വിടുന്ന സാഹചര്യമല്ലേ കണ്ടത്? അതുകൊണ്ട് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും എതിർക്കുന്ന പക്ഷമാണ്. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കാം, അത് പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ. ഒന്ന് ശരിയാണ്, ഹൈക്കോടതി പറയുന്നത് ശരിയായ ലൈനിലാണ് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി കണ്ടെത്തിയവരിൽ അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് മുന്നിൽ അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രതികളായിരിക്കുന്ന 2 പേർ, പത്മകുമാറും വാസുവും, ഇവർ 2 പേരും രാഷ്ട്രീയ നിയമനങ്ങളാണ്. ആ കാര്യത്തിൽ CPM-ന് എന്താണ് നിലപാട്? ഈ പ്രതിപട്ടികയിൽപ്പെട്ടിരിക്കുന്ന ഇവരും അകത്താവേണ്ടവരാണ് എന്നുള്ള അഭിപ്രായം പാർട്ടിക്കുണ്ടോ? അത് ഉത്തരം പറ.
ഈ ഹൈക്കോടതി ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് പ്ലീഡർമാരോ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ പോലും ആ കോടതിയിലില്ല. അല്ല, അത് റിപ്പോർട്ട് ബോർഡിനെ അടക്കം വിധിയായിട്ട് സർക്കാരിന്റെ വരികയാണ്. കോടതിക്ക് അത്രയും അങ്ങനെ വരുമ്പോൾ ഒരു വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ഘട്ടത്തിലും കഴിഞ്ഞതിന്റെ മുമ്പത്തെ റിപ്പോർട്ട് കൃത്യമായിട്ട് ഇടക്കാല ഉത്തരവിന്റെ 15-ാം പാരഗ്രാഫ് വായിച്ച അങ്ങേക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇത് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആയിട്ട് മാറിയത്. മാധ്യമങ്ങൾ കൃത്യമായിട്ടുള്ള വിചാരണ നടത്തി നിങ്ങൾ തന്നെ വിധി നിർണ്ണയിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. മറ്റു തരത്തിലാണ് ഇൻവെസ്റ്റിഗേഷൻ നിങ്ങളുടെ അല്ലല്ലോ. ജോലി നിങ്ങൾ ചെയ്തോ. ഞങ്ങളൊരു ഗവൺമെന്റിനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നില്ല. സംബന്ധിച്ചിടത്തോളം പ്രതിപട്ടികയിൽ ഈ അന്വേഷണം വ്യക്തികൾ എവിടെ ഉണ്ട് വരെ എന്നുള്ളത് പോയാലും ഞാൻ പറയട്ടെ. പൊതുസമൂഹത്തിലുള്ള രേഖകളാണ്. അങ്ങനെ പ്രതിപട്ടികയിലുള്ളവർ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഉള്ളതിൽ സമാനമായ കുറ്റം ചെയ്ത ഉദ്യോഗസ്ഥരകത്താവുകയും ഇവർ പുറത്തു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഇവരകത്താകുമോ എന്ന് ചോദിക്കുന്നത് മാധ്യമങ്ങൾ. അത് നിങ്ങൾ ചോദിച്ചോ. പക്ഷെ അന്വേഷണ ഏജൻസിയുടെ പ്രെറോഗേറ്റീവ് ആണ് ഏത് തരത്തിൽ അന്വേഷണം കൊണ്ടുപോകണം, ആരെ അറസ്റ്റ് ചെയ്യണം, ആരെ ചോദ്യം ചെയ്യണം, എവിടൊക്കെ മൊഴിയെടുക്കണം, എത്ര സാക്ഷികളെ വിളിച്ചു വരുത്തണം, താൻ എന്തൊക്കെയാ പറയുന്നേ, എത്ര ഡോക്യുമെന്റ് സീസ് ചെയ്യണം, എത്ര റിക്കവറി നടത്തണം, ഇതെല്ലാം കൃത്യമായി റിപ്പോർട്ടായി സീൽഡ് കവറിൽ ഹൈക്കോടതിക്ക് കൊടുക്കുന്നു. ഹൈക്കോടതി പരിശോധിക്കുന്നു. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഈ തവണത്തെ റിപ്പോർട്ട് 26 പേജ് ഉണ്ടല്ലോ. ഈ തവണത്തെ ഇടക്കാല ഉത്തരവ്, ആ ഉത്തരവിൽ നടത്തിയ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചും മുൻകാല ഉത്തരവുകളെ കുറിച്ചും എത്ര വിശദമായിട്ടാണ് വിശദീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇന്ത്യൻ മേഖലകളിലേക്ക് പോകണമെന്ന് പറയുന്നു. അപ്പൊ സർവൈലൻസ്, നിരീക്ഷണം ഹൈക്കോടതിയാണ്, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ആ അന്വേഷണം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനിലേക്ക് എത്താൻ മനഃപൂർവ്വം മടി കാണിച്ചാൽ അപ്പോൾ തന്നെ ഡിവിഷൻ ബെഞ്ച് ഇടപെടുന്ന സാഹചര്യമുണ്ട്. അപ്പൊ ശരിയായ രീതിയിൽ പോകുന്ന അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ പലരും നോക്കുന്നുണ്ട്. അതെ, എനിക്ക് തോന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? എല്ലാവരും ഇപ്പൊ പറയുന്നുണ്ട് ദയവ് ചെയ്ത് പിണറായി വിജയൻ എന്ന് പറയരുത്, സ്വർണം വിജയൻ എന്ന് പറയണത്. കാരണം ആ നാടിനെ നമ്മൾ മാനം കെടുത്തണ്ടല്ലോ. സ്വർണവും ഇതേ വിജയൻ ചേട്ടനുമായിട്ട്, മുഖ്യമന്ത്രി വിജയനുമായിട്ട് വല്ലാത്ത ബന്ധമുണ്ട്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, മനസ്സിലായി. ഇന്നത്തെ കോടതിയിൽ ഒരു നിരീക്ഷണം കാണണം. അന്താരാഷ്ട്ര കള്ളത്തട്ടിപ്പ് ഏജൻസികൾ അല്ലെങ്കിൽ സുഭാഷ് കപൂറിന്റെ ഉൾപ്പെടെ എടുത്ത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഈ സ്വർണം അമ്പലങ്ങൾ കൊള്ളയടിക്കുന്നത് അതിനകത്ത് ബന്ധമുണ്ടെന്ന് വരെ പറഞ്ഞു വെക്കുന്ന അവസ്ഥയിലേക്കും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറയും. നമ്മൾ എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഈ സ്വർണ്ണ തട്ടിപ്പ് കേസ് നമ്മൾ ഓർമ്മയുണ്ടല്ലോ, കടത്ത് കേസ്. ആ കടത്ത് കേസിൽ ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പൊ വിജയൻ പേര്, അയ്യോ എനിക്കിപ്പോ ബോധം പോകും. ഇത് രണ്ടിലും ബന്ധപ്പെടുത്തുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം അവിടെ ഒന്നും ഉണ്ടാവും. ഇത് രണ്ടും കൂടി ബന്ധിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കോടതിയുടെ നിരീക്ഷണത്തിലും അന്വേഷണത്തിലും കണ്ടുപിടിക്കട്ടെ. അതുകൊണ്ട് അതിലേക്ക് അവിടെ കടക്കുന്നില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.